എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ മുമ്പൊരു ചോക്ലേറ്റ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇനിയും കേക്ക് റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഒരു കേക്ക് റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടമാവും. ഈ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഓവനോ ബീറ്ററോ കുക്കറോ ഒന്നും വേണ്ട. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഞാനൊരു ചീനച്ചട്ടിയിലാണ് ഇതും ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കുക്കറിൽ ചെയ്ത് പരിചയമുള്ളവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. മുട്ടയായാലും മൈദയായാലും എല്ലാം. ഒന്നിനും തണുപ്പോ ചൂടോ ഒന്നും പാടില്ല. നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ കേക്കിനുള്ള പൊടി അളന്നെടുക്കുമ്പോൾ മെഷറിംഗ് കപ്പ് വെച്ചിട്ട് തന്നെ അളക്കരുത്. അതിന് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ആ കപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ കുമിഞ്ഞ് നിൽക്കുമ്പോൾ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കൂടുതൽ പൊടി ആ കപ്പിലോട്ട് വരും. അപ്പോൾ നമ്മുടെ അളവൊക്കെ തെറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു 1.5 കപ്പ് ഞാൻ അളന്നെടുത്തിട്ട് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അത് ഒരു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇവ രണ്ടും ചേർക്കണമെന്ന് ചിലർക്ക് സംശയമുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കേക്ക് കിട്ടുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും അതന്നെ രണ്ടും ചേർത്തിട്ട് ചെയ്യുകയാണ്. ചില റെസിപ്പീസിന് നമുക്ക് ബേക്കിംഗ് സോഡ മാത്രമൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ റെസിപ്പിക്ക് ഇത് രണ്ടും കൂടി ചെയ്യണം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു 3 തവണ അരിച്ചെടുക്കുക. നമ്മുടെ കേക്കിനുള്ള പൊടി നമ്മളെപ്പോഴും നന്നായിട്ട് അരിച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോഴാണ് കറക്റ്റ് നല്ല ഒരു ടെക്സ്ചറിൽ കേക്ക് കിട്ടുള്ളൂ. എത്രയ്ക്കും അരിക്കുന്നോ അത്രയ്ക്കും സോഫ്റ്റായി തീരും. എന്തായാലും മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും അരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതൊരു 3 തവണ അരിച്ചു. ഇനി ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ വലിയ ജാർ എടുക്കാം നമുക്ക്. മിക്സിയുടെ വലിയ ജാറിലോട്ട് ഞാനിപ്പോൾ ഒരു 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. നിങ്ങൾക്ക് മുട്ട നല്ല തണുപ്പൊന്നും ഇല്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. പിന്നെ മിക്സിയുടെ ജാറിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാനും പാടില്ല. നന്നായിട്ട് ഉണക്കിയെടുക്കണം. നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ നിർത്തി ഒന്ന് അടിച്ചെടുക്കുക. ചൂടാവരുത് കേട്ടോ മിക്സി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലോട്ട് വാനില എസൻസ് ചേർക്കുകയാണ്. ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്തോളൂ. എന്നിട്ട് ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിരിച്ചെടുക്കാം. ഇപ്പോൾ വാനില എസൻസും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തു. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് അടിച്ചെടുക്കാം. ആദ്യം ഒരു പകുതി ഭാഗം ചേർക്കുക, പിന്നെ ഒന്ന് തിരിക്കുക, പിന്നെ വീണ്ടും പകുതി, അങ്ങനെ ഫുള്ളായിട്ട് തിരിച്ചെടുത്തിട്ട് കാണിക്കാം. ഇപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തു. തരി ഒട്ടും പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുള്ളായിട്ട് അതിൽ അലിഞ്ഞ് ചേരണം. പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യരുത്, കേക്കിൻ്റെ ടേസ്റ്റ് മാറും. ഇപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി. ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ മൈദ ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ കുറേശ്ശെയായിട്ട് മൈദ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കും. നമുക്ക് പെട്ടെന്ന് അങ്ങനെ മിക്സ് ആക്കാൻ പറ്റില്ല. പിന്നെ കട്ട കളയാനും പാടാണ്. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാതെ വേണമെങ്കിൽ ഡയറക്റ്റ് മിക്സിയിലോട്ട് ഇട്ടിട്ടും ചെയ്യാം. അപ്പോഴും ആദ്യം കുറച്ച് പൊടി ഇടുക, പിന്നെ ഒന്ന് തിരിക്കുക, പിന്നെ വീണ്ടും പൊടി ഇടുക, അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു കാര്യമുണ്ട്, മിക്സി ഒരുപാട് നേരം തിരിച്ച് ഓവർ മിക്സ് ആക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കട്ടിയായിട്ട് വരുന്നു തോന്നും. അപ്പോൾ നമ്മൾ അതിലോട്ട് കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള സിലിക്കോണിൻ്റെ ഒരു സ്പാറ്റുല വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് തടിയുടെ ഉണ്ടാവില്ലേ, നമ്മൾ ഫ്രൈ പാനൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അധികം വെയിറ്റ് ഇല്ലാത്ത തടി കൊണ്ടുള്ള ചട്ടക മോഡൽ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഇതാകുമ്പോൾ കുറച്ചുകൂടി നല്ല എളുപ്പം
എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടും. ഒരു 100 രൂപയ്ക്കാണ് ഈ ഒരു ചട്ടക മോഡലുള്ള ഈ സിലിക്കോണിൻ്റെ സ്പാറ്റിലേക്കുള്ള വില. അതിലേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പാല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രയ്ക്ക് കട്ടി കുറയുന്നു എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയുന്നതിലും കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വന്നാലും പ്രശ്നമൊന്നുമില്ല. കുറച്ചും കൂടി ഒന്നും ചെറിയ വ്യത്യാസമൊന്നും പ്രശ്നമില്ല. പക്ഷേ ഓവറാക്കി പാൽ ഒഴിക്കരുത് കേട്ടോ. ഞാൻ അളവ് കറക്റ്റ് ആ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ പാലിൻ്റെ അളവൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ ചട്ടകം വെച്ചൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ എപ്പോഴും മിക്സ് ചെയ്യുക. കുറച്ച് നേരം ഇങ്ങോട്ട് ഇളക്കി പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് ഇളക്കി അങ്ങനെ ആകെ ഇളക്കിയൊരു സംഭവം ആക്കരുത്. ഒരേ സൈഡിലേക്ക് മാത്രം പതുക്കെ മിക്സ് ചെയ്യുക. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നടുവിലൊരു ലൈൻ പോലെ വരച്ചു കൊടുക്കുന്നത് നല്ലതാണ്, എയർ ബബിൾസ് പോവാനായിട്ട്. പിന്നെ ഒരുപാട് നേരം മിക്സ് ചെയ്ത് ഓവർ മിക്സ് ആക്കുകയും ചെയ്യരുത്. ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ആരെങ്കിലും ആണോ ഈ വീഡിയോ കാണണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്തിട്ട് അത് സക്സസ് ആവാണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഫുൾ ഓരോ സ്റ്റെപ്പും ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്, എല്ലാ മൈദപ്പൊടിയും ഇതിനോട് ചേർന്നു. ഇനി ഇത് കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ ഓവർ മിക്സ് ആവും, പിന്നെ കേക്ക് ഹാർഡാവും. ഇനി നമുക്കിത് പകുതി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് കൊക്കോ പൗഡർ മിക്സ് ചെയ്യാം. മാർബിൾ കേക്ക് അല്ലേ, അപ്പോൾ 2 രീതിയിലുള്ള ഫ്ലേവർ വേണം. ഇപ്പോൾ ഞാൻ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ബാറ്റർ തിക്കാവും. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി പാല് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി കറക്റ്റാക്കി എടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബാറ്ററും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ പകുതി വാനിലയും പകുതി ചോക്ലേറ്റും ആയി. ഇനി നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കട്ടിയുള്ള പാത്രം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊരു തട്ടും വെച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചേക്കുക. പിന്നെ നമ്മളിത് കഴിയുമ്പോൾ അങ്ങോട്ട് മാറ്റുമ്പോഴേക്കും അത് ചൂടായിക്കോളും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് കേക്ക് എന്തിലാണോ ഉണ്ടാക്കേണ്ടത് ആ പാത്രം എടുക്കുക. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് താഴെ എണ്ണയൊന്നും തടവുന്നില്ല. നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ പാത്രം അല്ലെങ്കിൽ താഴെ ഏതെങ്കിലും ഒരു ഓയിൽ തടവി കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വിട്ട് പോരാനായിട്ട് നല്ലതാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. അല്ലെങ്കിൽ ഉരുക്കിയ വെണ്ണ ചേർത്താലും മതി. അങ്ങനെ ഒന്ന് ജസ്റ്റ് ആ ഓയിൽ തടവുമ്പോൾ അതൊരു ബട്ടർ പേപ്പർ പോലെയാവും. അത് നമുക്ക് വേണമെങ്കിൽ ഈ പാത്രത്തിൻ്റെ അടിയിലിടാം. അപ്പോൾ കേക്ക് പെട്ടെന്ന് വിട്ടുപോരും. ബട്ടർ പേപ്പർ വേണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോ ബാറ്ററായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം വാനില ഒഴിക്കുക, പിന്നെ ചോക്ലേറ്റ് ഒഴിക്കുക. രണ്ടിനും വേറെ വേറെ സ്പൂൺ വയ്ക്കുക, അല്ലെങ്കിൽ ആ കളറ് മിക്സ് ആവും. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്യണം. ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാനാണ്. അപ്പോഴേക്കും നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി അത് മൂടി തുറന്നിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ പാത്രം അതിലോട്ട് വെച്ച് കൊടുക്കാം. കൈ പൊള്ളാതിരിക്കാൻ നോക്കണം, നല്ല ചൂടുണ്ട്. പിന്നെ ഇതുപോലെ ഒന്ന് മൂടി കൊടുക്കുക. ആവി പുറത്ത് പോകണില്ല എന്ന് ഉറപ്പ് വരുത്തണം. അഥവാ ആവി പുറത്ത് പോകണ മൂടിയാണെങ്കിൽ സൈഡിൽ വല്ല ടർക്കിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആവി പോവാതെ സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ കേക്ക് ശരിക്കും ബേക്ക് ആവില്ല. ഇനി നമുക്ക് ആദ്യത്തെ ഒരു 5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് ബേക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കാം വെന്തോന്ന്. അപ്പോൾ ആ കുത്തി നോക്കുന്ന സാധനത്തിൽ ഒന്നും മാവ് പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ബേക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എനിക്ക് ടോട്ടൽ 25 മിനിറ്റ് ആയപ്പോൾ കറക്റ്റ് നന്നായിട്ട് പൊന്തി നല്ലതായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സൂപ്പർ കേക്ക് ആയിട്ടുണ്ടെന്ന്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് തണുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്യാം. തണുത്തിട്ട് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ട് പോരാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് മൂടി വെച്ചാൽ പിന്നെ ഒരു 20 മിനിറ്റെങ്കിലും കഴിയാണ്ട് ഒരിക്കലും തുറന്നു നോക്കരുത് കേട്ടോ. അങ്ങനെ തുറന്നു നോക്കിയാൽ കേക്ക് താന്നു പോവും. അപ്പോൾ നമ്മുടെ മാർബിൾ കേക്ക് അല്ലെങ്കിൽ സീബ്ര കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സീബ്രയുടെ ലൈൻസ് പോലെ ഉള്ളതുകൊണ്ടാണ് അതിന് സീബ്ര കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമുക്ക് മിക്സി എല്ലാ വീട്ടിലുള്ളതാണ്. അതുപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ഉപ്പ് പോലും യൂസ് ചെയ്തിട്ടില്ല.
പറ്റില്ല. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ഈവനിങ്ങിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ യൂസ് ചെയ്യാം. മെൽറ്റ് ചെയ്ത് ബട്ടർ ഒഴിക്കുന്ന സമയത്ത് ചൂട് പാടില്ല, ചൂട് മാറ്റിയിട്ട് അതിനുശേഷം ഈ സെയിം അളവിന് തന്നെ ബട്ടർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓയിലിനേക്കാളും എന്തായാലും ടേസ്റ്റ് കൂടുമല്ലോ ബട്ടർ ആകുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ പറയണം. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് എനേബിൾ ആക്കുക, എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡിലെ വീഡിയോസും നിങ്ങളൊന്ന് കാണുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.